വന്ന് അവിടെ ബഹളം കേട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഓടിച്ചെന്നപ്പോൾ കൂടെ വന്ന ആളങ്ങ് ഓടിപ്പോയി വന്നപ്പം പുള്ളിക്കാരിയുടെ ഇതുവഴി ചോര ഒഴുകുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ആണുങ്ങളെല്ലാം കൂടെ കൂടി അപ്പം പുള്ളിയെ ഇവരാരും അടിച്ചില്ല, പുള്ളിയെ പിടിച്ചു കിട്ടി. ഇന്നുവരെ എന്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടില്ല മോനെ നീ വന്ന് ഇവിടെ ഇന്ന് വരെ ഇപ്പൊ ഈ ഒരു ഫ്ലോറിലോട്ട് വരുന്നിടം വരെ എന്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടില്ല മോന്റെ ഭർത്താവിന്റെ കൂടെ പോകരുതെന്ന്. പക്ഷെ ഇപ്പോഴും അവർ പറഞ്ഞു ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുള്ള മോനെ എങ്ങനെയെങ്കിലും നീ അവന്റെ കൂടെ ജീവിക്കണം, 2 കുഞ്ഞുങ്ങളുള്ള അല്ലേന്നും പറഞ്ഞിട്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ അപ്പ ഇങ്ങോട്ട് വരാൻ നേരം എന്നോട് പറഞ്ഞത് നീ ഇനി അവന്റെ കൂടെ പോകണേ, മരിക്കുന്നിടം വരെ ഞാൻ ഇടപെടത്തില്ലെന്നാ പറഞ്ഞത്. ഇന്ന് വരെ ഇവരിപ്പോ പറഞ്ഞു ഞാൻ എന്റെ അപ്പ കാരണം ഞാൻ കൂടെ നിൽക്കുക. ഇന്ന് വരെ അപ്പ പറഞ്ഞിട്ടില്ല മോൻ അവന്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അവന്റെ കൂടെ പോലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം 38 വയസ്സിലെ എന്റെ 38 വയസ്സിലെ ഇവളെ വിവാഹം കഴിച്ചു. ഞാൻ അന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല, സത്യം പറയും. പക്ഷെ ഇവൻ കെട്ടി ഇവളെ കൊണ്ടുപോയി അന്ന് മുതൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുക. ആരാ കേസ് കൊടുക്കുന്നത്? ഇതിന് ഭ്രാന്താന്ന് പറഞ്ഞു വരെ ഭ്രാന്താന്ന് പറഞ്ഞുകൊണ്ട് കൂടോത്രം ചെയ്യും എന്തൊക്കെയാ. എനിക്ക് അങ്ങനെ ഒന്നും ഉള്ള ഈ തണ്ട പറയുന്ന ഒന്നും നേരെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് കുടിച്ചിട്ട് അവിടെ എവിടെയൊക്കെ കയറി നടന്നതിന് നാട്ടിലുള്ള ഇവരുടെ ഇതേ രീതിയിലുള്ളവര് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടിട്ട് ആ കുടിച്ച അവര് തന്നെ ഇപ്പൊ സാർ ആലിജോട് ചെന്ന് ചോദിക്കും ഞങ്ങൾ ഞാൻ കണ്ടിട്ട് പോലുമില്ല സ്നേഹിതർ. എന്റെ അപ്പയാണെങ്കിൽ എന്നെ കെട്ടിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കാണുന്നത് ഞങ്ങൾ സ്നേഹിതാർ എന്താണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ആ നാട്ടുകാരാണ് കൊണ്ടുവന്ന് സ്നേഹിതാരെ കൊണ്ടാക്കിയത്. അതെ 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 അവന്റെ അമ്മ പറയുന്നത് അവന് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കോട്ടയത്തോന്ന്. അല്ലെ അവനോട് ചോദിച്ചോ, അവൻ കള്ളം പറയത്തില്ല. കാര്യം അവൻ മഹാ കൺട്രി ആണേലും അവൻ കള്ളം പറയില്ല. അത്ര വിശ്വാസം മോളെ വിടുന്നോണ്ടോ പോകുന്നോണ്ടോ അല്ല വിടുന്നുമില്ല. ഞാൻ പോകത്തില്ല. ഞങ്ങളെ കണ്ടിച്ചെന്ന് പറഞ്ഞാൽ അവളെ ഇനി ഞങ്ങള് തെരുവിൽ കൊണ്ട് വെട്ടോത്തി കൊണ്ട് കണ്ടിച്ചെന്ന് പറഞ്ഞാൽ ഇനി അവന്റെ കൂടെ വരില്ല. ആ കുട്ടികളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കും. ഞാൻ ഇത്രയും ദിവസം ഇത്രയും എനിക്ക് മക്കളില്ല, എനിക്ക് സ്വത്തുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇത്രയും പ്രായം വരെ അതുങ്ങൾക്ക് തീറ്റ കൊടുത്ത് ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെങ്കിൽ ഞാൻ ഇനി നോക്കാൻ കാര്യം ഏറ്റു നോക്കി. അച്ഛന്റെ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അച്ഛന്റെയോ? ആ അച്ഛന് സ്നേഹമില്ലല്ലോ. നിങ്ങൾ പറയരുത്. ആ കുട്ടി അച്ഛനെ ഫോൺ വിളിക്കണമെന്നും ബന്ധപ്പെടണമെന്നും അയാൾ അച്ഛനെ വിളിക്കണമെന്നും അത് ഇവര് പറഞ്ഞതാ. അവരുടെ തമ്മിലുള്ള ആ ബന്ധം, അച്ഛൻ മക്കളുടെ ഒരു ബന്ധം വേറൊരാൾക്ക് പകരം വെക്കാൻ പറ്റുമോ? ആ കുട്ടി രാത്രി ഫോൺ വിളിച്ചിട്ട് അച്ഛനെ കേൾക്കണം, അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞതായിട്ട് ഇവര് പറഞ്ഞു. അത് നമുക്ക് പകരം വെക്കാൻ പറ്റുമോ? അവരെ നമുക്ക് പിരിക്കാൻ പാടില്ല. തിരിച്ചു ചോദിക്കും. അവര് ഇതെന്താണെന്നറിയാമോ? പല വിവാഹ ജീവിതത്തിലും സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ഈഗോ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതല്ല, അവരോട് പറയാൻ മാത്രമുള്ള പക്വതയൊന്നും അവർക്ക് ആയിട്ടില്ല. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ആയിട്ടില്ല. കൊച്ചുകുട്ടികളല്ലേ. പക്ഷെ എനിക്ക് വേണ്ടത് ഒന്ന് അവര് രണ്ടുപേരും അനുവിന്റെ മക്കൾ. ആദ്യം ഗർഭിണിയായപ്പോ പറഞ്ഞ എന്റെ അച്ഛന്റെ മകളാന്ന് പറഞ്ഞു മൂത്തത്. രണ്ടാമത് ഗർഭിണിയായപ്പോ പറഞ്ഞു ഇവരുടെ എന്റെ അപ്പച്ചിയുടെ ഭർത്താവ് കുഞ്ഞാന്ന് പറഞ്ഞു. ആ 2 മക്കളും അനുവിന്റെ മക്കളാ. ലോകം മുഴുവൻ അറിയണം. അത് 2 ഇവരുടെ അമ്മയാ പറഞ്ഞത്, ഒന്ന് അച്ഛന്റെ മോളും ഒന്ന് മാമന്റെ മോളും ആന്ന് പറഞ്ഞു. ഇത് 2 അനുവിന്റെ മക്കളാണെന്ന് ലോകം അറിയണം. പിന്നെ എനിക്ക് ഡിവോഴ്സ് മതി. എനിക്ക് ഒരു കാരണവശാലും എന്നെ ഫോണിൽ വിളിക്കുവോ, എനിക്ക് ഞാനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. എനിക്ക് ഇവിടം കൊണ്ട് ഞങ്ങളുടെ 2നെയും ബന്ധം അവസാനിക്കണം. എന്താണ് അനുവിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്തോ, എനിക്ക് പിള്ളേരെ ഇവിടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ശാലം പോലും ആഗ്രഹമില്ല. അവർക്ക് ആഗ്രഹമില്ലെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. യേശു കർത്താവാണ് സത്യം. 1 മാസമായി ഞാൻ മദ്യപിച്ചിട്ട്. എന്താ കാരണം? 1 മാസം കഴിക്കാതിരുന്ന? ഞാൻ രക്തം ഛർദ്ദിച്ചായിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് ഭയം തോന്നിയോ? അതോ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയോ? ഞാൻ ആശുപത്രിയിൽ പോയി. ഞാൻ പറഞ്ഞു മദ്യപിക്കുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ലോണം മദ്യപിക്കുന്നു പറഞ്ഞു. എത്ര വയസ്സ് മുതൽ മദ്യപിക്കും ചോദിച്ചു. ഞാൻ പറഞ്ഞു 14-15 വയസ്സ് മുതലേ മദ്യപിക്കുന്നു പറഞ്ഞു. ഇനിയും മദ്യപിക്കാൻ പറ്റത്തില്ല. മദ്യപിച്ചാൽ ഇനിയും നിങ്ങൾ കക്കും. അത് തന്നെയല്ല, കക്കയെ കഴിഞ്ഞ് നിങ്ങളുടെ ലിവറും എല്ലാം അടിച്ചു പോകും. അതുപോലെ തന്നെ കട്ടിപ്പണി ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ മദ്യപിക്കണ്ടെന്ന് നിങ്ങൾക്ക് വിചാരിച്ചാൽ പറ്റും.
പറ്റും. ഇത്രയും പ്രശ്നങ്ങൾ കുടുംബം, കുട്ടികൾ ഇത്രയും വലുതായി, ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അത് തീരുമാനമെടുക്കാൻ വളരെ വൈകിപ്പോയി. ജോലിക്ക് പോകുന്നുണ്ട് നിങ്ങള്? ഉണ്ട്. ഉണ്ട്. ദിവസം എന്ത് ശമ്പളം കിട്ടും? 1000 കിട്ടും? ഇല്ല, 700. 700 രൂപ കിട്ടും. ആ 700 രൂപയിൽ എത്ര നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ ചെലവ് കഴിച്ച് 500. 500 കൊടുക്കാൻ പറ്റും. കൊടുക്കട്ടെ, അത് നിങ്ങൾ മേടിക്കൂ. നമുക്ക് കുറച്ചു കാലം അയാൾ തന്നു നോക്കട്ടെ. അയാൾ ശരിക്കും റെഗുലറായിട്ടൊക്കെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അയാൾക്ക് മദ്യം കഴിക്കാൻ പറ്റില്ല. ഇനി അയാൾ രോഗിയായി, ഇനി കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ അറിയാം അടിച്ചു പോകുന്നു. മനസ്സിലായില്ലേ? 14 വയസ്സ് മുതൽ കഴിക്കാൻ തുടങ്ങിയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ ആ മദ്യം ഇനി ആൾക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് ആൾക്ക് തന്നെ മനസ്സിലായിട്ട് മദ്യം കഴിക്കില്ല. ഇനി കഴിക്കില്ല എന്ന് വിചാരിക്കുക. 700 രൂപ സമ്പാദിക്കേണ്ട, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വേണ്ടി 500 രൂപ തരും തൽക്കാലം. എന്നുവെച്ചാൽ ഇത് കൂടുതൽ നിങ്ങൾ ഇത് ഇങ്ങനൊരു വ്യവസ്ഥയിൽ വന്നാൽ പിന്നെ നിങ്ങൾ മദ്യം കഴിക്കാത്ത ഒരു മനുഷ്യനാകുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് സ്നേഹവും പരസ്പര വിശ്വാസവും പരസ്പരമായിട്ട് പോക്കുവരവുകളും കുട്ടികളുടെ സ്നേഹവും അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കലൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കുട്ടികൾക്ക് കൂടുതൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു പരീക്ഷണാർത്ഥം ഞങ്ങൾ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ കുടുംബ കോടതി വഴി പോകാം. അതുവരെ ഇപ്പൊ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, പോകണ്ട. കാരണവശാലും അപ്പൊ പിന്നെ നമ്മൾ ചെലവിനെ കുറിച്ച് സംസാരിക്കണ്ട. കുടുംബ കോടതി വഴി വിവാഹമോചനത്തിനുള്ള വഴി നോക്കുക. കാരണം ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അയാള് അനു വാസുദേവിന്റെ മക്കളായിട്ട് അവർ അറിയപ്പെടുകയും വേണം, അയാളുടെ ചെലവും വേണം. അയാൾ വേണ്ട എന്ന് പറയുമ്പോൾ മാതിരെ മറ്റെന്തോ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, അയാൾ കുടി നിർത്തി, 1 മാസമായിട്ട് കുടിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഇവിടെ ഈ സൈക്കോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം അയാളൊരു ഡോക്ടറെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കാം. അയാൾ പറഞ്ഞത് സത്യമാണോ എന്നറിയാം. 1 മാസമോ 2 മാസമോ നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാം. 11 വർഷം ഒന്നിച്ച് താമസിച്ചൊരു മനുഷ്യൻ, അയാൾ പണിക്ക് പോയില്ലെങ്കിലും അയാളുടെ അച്ഛനും അമ്മയും നിങ്ങളെ അരിയും സാധനങ്ങളും വാങ്ങിച്ച് നോക്കിയിട്ടുള്ള കുടുംബം. അല്ലെങ്കിൽ എല്ലാവരും കള്ളുകൂടിയന്മാരാ, ആരും നോക്കിയില്ല, ഞാനൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ 2-3 വർഷം അയാൾ കഷ്ടിച്ച് ജോലിക്ക് പോയി തുടങ്ങിയിട്ട്. അങ്ങനെ ഒരാളുടെ ആ കുടുംബത്തോടുള്ളൊരു നീതി, അവരെങ്ങനത്തെ ആൾക്കാരും ആവട്ടെ, ഒന്ന് നമുക്ക് നോക്കാം. ഈ 2 കുഞ്ഞുങ്ങളുടെയും ഭാവിക്ക് വേണ്ടി നമുക്ക് അങ്ങനെ നോക്കാം. ശരിയായില്ലേ, ഇന്നെടുത്ത തീരുമാനം നിങ്ങൾ അന്നെടുക്ക്. അതെന്തായാലും കോടതി വഴി മാത്രമേ നടക്കൂ. തന്നെയുമല്ല, അയാൾ പൈസ തരാൻ തയ്യാറാണ്. നിങ്ങൾ മക്കളെ അച്ഛനിൽ നിന്ന് അകറ്റരുത്. അയാൾ പൈസ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരട്ടെ, കാണട്ടെ അച്ഛനമ്മ. അങ്ങനെയാണല്ലോ റിലേഷൻ ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു സദസ്സിൽ ഇപ്പൊ ഇതൊരു കോടതിയാണിത്. അതിന്റെ മുമ്പിൽ അയാൾ ഇത് പറഞ്ഞു, അയാൾ സമ്മതിച്ചു, ഞാൻ ചെലവിൽ ഇത്ര കൊടുക്കാം, പണിക്ക് പോയാൽ 500 വെച്ച് കൊടുക്കാം. പിന്നെ അയാളുടെ അച്ഛനായിരിക്കും. സ്വഭാവം നല്ലതായിട്ട് അനുവിന്റെ കൂടെ പോകാനാണ് കോടതി തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് ഡിവോഴ്സിന് കോടതിയെ സമീപിക്കുന്നതാണ് ഇഷ്ടം. അത് ചെയ്തോളൂ. അത് 3 മാസമാണ് ഞങ്ങൾ പറയുന്നത്. ഇല്ലില്ല, എനിക്ക് 3 മാസം ചെലവിന് വേണ്ട. അത് അപ്പ പറഞ്ഞു വിട്ടത് പേടിച്ചിട്ടാണ്. അല്ലല്ല, ഞങ്ങള് തിരിച്ചു വരണ്ട. ഇന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ അനുവിന്റെ കൂടെ പോവാനാണ് തീരുമാനിക്കുന്നത്, തിരിച്ചു വരണ്ട. ഇല്ലില്ല, തിരിച്ചു വരണ്ടെന്നല്ല പറഞ്ഞു. ഇന്ന് വരെ എന്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടില്ല മോനെ അനുവിന്റെ കൂടെ താമസിക്കരുത്. പോരുമ്പോ പറഞ്ഞാ ഞാൻ പറയാം, ഇന്ന് വരെ എന്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടില്ല മോനെ അനുവിന്റെ കൂടെ ജീവിക്കരുത്, അനുവിന്റെ കൂടെ പോയി താമസിക്കണം. എന്നോട് പറഞ്ഞു, ഇനി നീ അനുവിന്റെ കൂടെ പോവാണെങ്കിൽ നീവായിട്ട് എന്റെ അപ്പേന്നല്ല എന്റെ ആളുകളും എന്റെ അതാണ്. പക്ഷെ അത് ഓർത്തിട്ട് പറഞ്ഞു ഇവന്റെ കൂടെ ഇനിയും പോയാൽ സഹകരിക്കത്തില്ല. എനിക്ക് എന്റെ ഭർത്താവിനെക്കാട്ടിലും എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെക്കാട്ടിലും എനിക്ക് ഇപ്പൊ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാട്ടുകാർ പറയുന്നത്. കാരണം എന്റെ നാട്ടുകാരും ഇപ്പം എനിക്കുള്ളവരും മൊത്തം എന്നോട് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിനെ കൂടെ താമസിപ്പിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് എന്റെ തീരുമാനം. അതാ. പിന്നെ അത് 2 മക്കൾ അവന്റെ ആണെന്നുള്ളതിന് 100% ഉറപ്പാണ്. പറ്റുമെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കുക. അതും നിങ്ങളുടെ വിവാഹമോചനത്തിന്റെ കാര്യം നിങ്ങൾ തീരുമാനിച്ചോളൂ. മേഡം കോടതി പോട്ടെ, കാരണം വിവാഹമോചനം കോടതി വഴിയേ നടക്കുള്ളൂ. കോടതി പൊക്കോളൂ, മെയിൻ്റെനൻസ് അവിടെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അത് മാസങ്ങളും വർഷങ്ങളും എടുത്ത്. പക്ഷെ ഏത് കോടതിയും അച്ഛനെ കുട്ടികളെ കാണിക്കാതിരിക്കാൻ അനുവദിക്കുകയും ചെയ്യും.
കോടതി അതിനുള്ള ദിവസവും സമയവും തീരുമാനിക്കും. ഇത് അവരുടെ അടുത്തോട്ട് കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറയും, ആ കുഞ്ഞുങ്ങളെ കാണിക്കുക തന്നെ വേണ്ടി വരും. അവര് കോടതി പോട്ടെ. ഇല്ല അവര് പോകില്ല, അവരാരും പോകില്ല, നിങ്ങൾ പോകണം. അല്ല അന്നേരം പിന്നെ ഞാൻ ഇനി കോടതിയിൽ ഡിവോഴ്സിന് കേസ് കൊടുത്തു കുഞ്ഞുങ്ങളെ കാണിക്കണമെന്ന് ഡിവോഴ്സിനല്ല നിങ്ങൾ കേസ് കൊടുക്കുന്നത്. നിങ്ങൾ ഇത് സമ്മതിച്ച് ഇതാക്കുകയാണെങ്കിൽ കുട്ടികളുടെ ചെലവ് കഴിഞ്ഞിട്ടും 500 ഉറുപ്പ്യ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 15,000 ഉറുപ്പ്യായി. ആ അതൊന്നും ഒരു കോടതി സാധാരണഗതിയിൽ ഇതില്ല. ഇത് വളരെ റീസണബിൾ ആയിട്ട് അയാൾ പറയണ പാവം 700 ഉറുപ്പ്യ കിട്ടുന്നുള്ളൂ. 500 ഉറുപ്പ്യ നിങ്ങൾക്ക് തരാന്ന് പറയുന്നു. അത് റെക്കോർഡായി ഇവിടെ. റെക്കോർഡാകുമ്പോൾ 15,000 രൂപ അയാൾ തരാന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മെച്ചം കിട്ടുകയാണ്. ചെങ്ങന്നൂർ കോടതിയിൽ നിന്ന് ചെങ്ങന്നൂര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2,000 രൂപ വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ ഒരു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം ഉണ്ടായിരുന്നു. അവിടെ അവര് ആ ഒരു സാർ അവിടെ എഴുതി വെപ്പിച്ചു ഈ പുള്ളിനെ കൊണ്ട് കുറഞ്ഞത് 2,500 രൂപ 2,000 രൂപ കൊടുക്കണം മാസം. ഇന്ന് വരെ തന്നിട്ടില്ല. എന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ എന്റെ അച്ഛന് വേണ്ടിയിട്ട് പരാതി കൊടുത്തു. എനിക്ക് സ്ഥലമില്ല, 3 സെന്റ് സ്ഥലം തരണമെന്നും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു 50,000 രൂപ തരാന്ന് പറഞ്ഞു. അതും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഇന്ന് വരെ അതിന് യാതൊരു തെളിവും കണ്ടിട്ടില്ല. എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ മനുഷ്യനെ പറ്റി എനിക്ക് യാതൊരു വിശ്വാസവും. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചു. അയാളെ പറ്റി പറഞ്ഞത് വേറെ കുടുംബം എല്ലാം നമുക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചില കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്ന് അത് നടപ്പിലാക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. ആ സ്ഥലമല്ല ഇത്. ജീവിതം സാക്ഷി എന്ന് പറഞ്ഞ പരിപാടി അതല്ല. ഇതൊരു സാധാരണ TV പ്രോഗ്രാമേ അല്ല. ഞങ്ങൾ മണിക്കൂറുകളോളം എന്താ സംസാരിച്ച് എനിക്ക് ഒച്ച അടച്ചിരിക്കുക, ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ്. ആ പുള്ളിനെ അത്രയ്ക്ക് വിശ്വാസം. നിങ്ങൾ ഇത് ഒരു 2 മാസം വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടാ കുഴപ്പം? ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് 2 പെടുക്കുഞ്ഞുങ്ങളോട് ജീവിക്കുക അമിതമായ നിങ്ങളുടെ ധൈര്യമാണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വന്ന ഫാമിലി എന്ന് പറഞ്ഞ ഒരു ബ്രോക്കൺ ഫാമിലിയാ. നിങ്ങൾ ജനിച്ചു വളർന്ന ആ ഒരു സാഹചര്യം കുറച്ചങ്ങോട്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഒന്നും നിങ്ങൾക്ക് ശരിക്കും ഒരു അമ്മയില്ലായിരുന്നു. അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. അവിടെ 2ാനമ്മ വന്നു, വേറെ മക്കളായി, അച്ഛന് വേറെ മക്കളായി. അപ്പൊ ഒക്കെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ബാല്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ആ ഒരു പ്രായത്തിന്റെ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ മക്കള്. അപ്പൊ നിങ്ങളുടെ അന്നത്തെ മാനസികാവസ്ഥയുമായിട്ട് നിങ്ങളുടെ മക്കളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കേ. എത്ര മാത്രം നിങ്ങൾ സഫർ ചെയ്തു. ഇതാണോ നിങ്ങൾ ഇപ്പൊ ഈ ഓമനിച്ച് വളർത്ത് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇരുത്തിയിരിക്കുന്ന സുന്ദരി കുട്ടികളെ ഇത്തരത്തിൽ വളർത്താനാണോ? നിങ്ങളുടെ അന്നത്തെ ആ ഒരു മാനസികാവസ്ഥ ഇവർക്ക് കൊടുക്കാനാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? നമുക്ക് വന്നിട്ടുള്ള അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങള് നമ്മുടെ മക്കൾക്ക് വരാൻ പാടില്ല. അത് വേണം ഒരമ്മ ചിന്തിക്കാൻ. അച്ഛൻ പെൺകുട്ടികളാണ്, അച്ഛന് മറ്റു സപ്പോർട്ടുകളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അമ്മയാണ് അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ അവരെ സഹായിക്കുന്ന അവരുടെ അമ്മയാണ്. നിങ്ങളിപ്പൊ ഇത്രയും ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ എന്തുകൊണ്ടാണ് എന്നുള്ളത്. നിങ്ങളുടെ ആ സാഹചര്യം കൊണ്ടിട്ടാണ്, എനിക്ക് നിങ്ങളെ മനസ്സിലാവും. പക്ഷേ ആ ഒരവസ്ഥ നിങ്ങളുടെ മക്കൾക്ക് വരാൻ പാടില്ല. പുള്ളിക്കാരിക്ക് ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് വന്നേച്ച് എന്നോട് പറഞ്ഞു, പിന്നെ പണിക്ക് വരുമ്പോൾ ഒരാഴ്ച പണി ചെയ്ത് 100-400 കൊടുത്തിട്ട് ബാക്കി പുള്ളി അതും കൊണ്ട് ഒരാഴ്ച പിന്നെ മുങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞാൽ കയറി വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എവിടെ പോയെന്ന് തിരക്കണമെന്ന് പറഞ്ഞു. അപ്പം തിരക്കുമ്പം പുള്ളി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പോയി തിരക്കണം, ഇത് എവിടാ പോകും. അപ്പം അവർ ഞങ്ങളുടെ അടുത്ത് കുറേ ദൂരെ പണിക്ക് താമസിക്കാൻ പോയപ്പോഴും അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും എന്നോട് ഇങ്ങനെ പറയും. അപ്പം ഞാൻ ചോദിക്കും അന്നേരം തിരക്കണം, രാത്രി 11 മണി 12 മണി വരെ എവിടായിരുന്നു, വരുമ്പം ചോദിക്കണമെന്ന് പറയും. അപ്പം പറയും പുള്ളി നല്ല വെള്ളത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇങ്ങോട്ട് മുറിഞ്ഞൊക്കെയാ വന്നേന്നൊക്കെ അപ്പം എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ നല്ല നേരത്തെ ഇരിക്കുമ്പം ചോദിക്കണം എവിടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം പുള്ളി അന്നേരം ഒരു രീതിയിലും എന്നോട് ഒരു രീതിയിലും ഒന്നും പറയത്തില്ല. അങ്ങനെ പുള്ളി പിന്നെ കുറേ ദിവസത്തേക്ക് അങ്ങ് മുങ്ങുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സ്വഭാവം. അതുകൊണ്ട് ഞങ്ങൾ കുറേയൊക്കെ ഒത്തിരി പറഞ്ഞു കൊടുക്കും. അപ്പം ഞാനും വിചാരിച്ചു പുള്ളിയുടെ അനുഭവം കൊണ്ട് പുള്ളി അങ്ങനെ. അപ്പം ഞാനിപ്പം എനിക്ക് മാഡം പറയുന്നതാണ് എൻ്റെ ഇത്. കാരണം നമുക്ക് ഇപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, നമുക്ക് എന്തൊരു ആവശ്യങ്ങൾ വരുമ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ ഒരാൾ അതിന് 100 പേരുണ്ടെങ്കിലും കാണത്തില്ല. ഞാൻ എൻ്റെ അനുഭവം ഈ പുള്ളിക്കാരിയോട് ഞാൻ എപ്പോഴും ഞാനിത് തന്നെ പറയും. അപ്പം ഞാൻ പ്രാർത്ഥിക്കും ആ സ്ഥാനത്ത്. അപ്പം ആ ഒരു അനുഭവം മറ്റുള്ളവർക്കും വരരുതെന്നുള്ളത്. അപ്പം എനിക്കിപ്പോൾ മാഡം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലതാ എനിക്ക് വിഷമം വന്നത്. ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാൻ പറയാം, പുള്ളി ഇപ്പം 2 മാസം കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കട്ടെ, അത് കോടതിയുടെ തീരുമാനം. പിന്നെ മദ്യപിക്കാതിരിക്കാമെങ്കിൽ
ഒരൊറ്റ കാരണം മദ്യപിക്കാൻ. എനിക്ക് ഒരു ശകലം പോലും പണിക്ക് പോയില്ലെന്ന് വെച്ചാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ മദ്യപിക്കാൻ പാടില്ല, ഒരു ദിവസം മദ്യപിക്കാൻ പാടില്ല. ആ പറഞ്ഞ ശരിയാണ്. കാരണം നാളെ മൈക്കാട് പണിയാണ്, നാളെ കട്ടിപ്പണിയാണ്, ഞാൻ കട്ട പൊട്ടിക്കുക കല്ല് പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് വന്ന് ഇന്ന് ഞാൻ ഇച്ചിരി കുടിച്ചു, ഇന്ന് ആഘോഷമാണ്, മദ്യപിക്കാൻ എനിക്ക് പറ്റിയില്ല. മദ്യപിക്കാൻ പറ്റത്തില്ല. അത് എനിക്ക് അറിയണ്ട. അറിയണ്ട, എനിക്ക് അത് അറിയാൻ വേണ്ട. പിന്നെ രണ്ടാമത്തെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനും വാടകയ്ക്ക് വീട് തരത്തില്ലേ പുള്ളിക്ക്. എന്റെ നാട്ടിൽ ആരും വാടകയ്ക്ക് വീട് തരികയില്ല. ഇവരുടെ വീട്ടിലോട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. മദ്യപാനം നിർത്തി എവിടെങ്കിലും ഒരു 2 സെന്റ് സ്ഥലം കൂടെ മേടിക്കാമെങ്കിൽ അന്ന് ആ സമയത്ത് പുള്ളിയുടെ കൂടെ പോകാൻ ഞാൻ താല്പര്യം കാണിക്കും. അല്ല, അത് നല്ല തീരുമാനം. അതിപ്പോ 2 സെന്റ് സ്ഥലം പെട്ടെന്ന് വാങ്ങാനൊന്നും നടക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ അതിന് സമയമെടുക്കൂ. ഇപ്പൊ ഇങ്ങനെ പോട്ടെ, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു, ആ വാടക നിങ്ങൾ കൊടുക്കുന്നു, അതിന് അയാളും കൂടി സഹകരിക്കണല്ലോ. ഇപ്പൊ ഇത്രയും പൈസ തരുന്നുണ്ടെങ്കിൽ അതിൽ കൂടി നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ. അങ്ങനെ കുറച്ച് ദിവസം നോക്കൂ. നോക്കിയിട്ട് നിങ്ങൾക്ക് ബോധ്യം, പരിപൂർണ വിശ്വാസം വന്നിട്ട് മതി. അപ്പൊ ഞാൻ പറഞ്ഞേ, നിങ്ങൾ വെറുതെ കുട്ടികളില്ലാത്തൊരു ദമ്പതികളല്ല. ഇടയ്ക്കൊരു ലിങ്ക് ഉണ്ട്. ആ കുട്ടികൾ വളരെ ഒരു ശക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളത്. അപ്പൊ ഒരു പക്ഷെ നന്നാകുമായിരിക്കും. നമ്മൾ ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്യല്ലേ. അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ, ചോര ഛർദ്ദിച്ചു എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ, ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ, ആസ്പത്രി പോയി എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ, ഇനി അയാൾക്ക് മദ്യപിച്ച് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ അയാൾ നാച്ചുറലി അയാൾ മദ്യപിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കുടിക്കാതെ വന്നാൽ സ്വീകരിക്കുക, കുടിച്ചോണ്ടാണെങ്കിൽ കുടിക്കാതെ വന്നാൽ സ്വീകരിക്കൂ, അത്രേ ഉള്ളൂ. സിമ്പിൾ. ദിവസവും കൃത്യമായിട്ട് വൈകിട്ട് പണി കഴിഞ്ഞ് ദിവസവും നമ്മുടെ പൈസ കൊണ്ടുവരാൻ വേണ്ടി വരാനേ ഒക്കെ പറ്റിയെന്ന് വരില്ല. 2 ദിവസത്തെ ഒരിക്കൽ അങ്ങനെ വരട്ടെ, കയ്യിലുള്ളത് കൊണ്ടുവന്ന് തരട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കട്ടെ. അങ്ങനെ വരട്ടെ, എന്നിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് അങ്ങനെ തീരുമാനത്തിലെത്താം അല്ലേ? ഒരു മിനിറ്റ് ആലോചിക്കൂ. എനിക്ക് അങ്ങനെ ഈ പുള്ളിനെ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമില്ല. എനിക്ക് വീണ്ടും ടെൻഷനായി. 3 മാസത്തിന്റെ സമയം കൊടുക്കാം. എന്നിട്ട് വീണ്ടും എനിക്ക് ഇതുപോലെ ഈ പുള്ളിയായിട്ട് ഇവിടെ വരാനുള്ള വേദി എനിക്ക് തരണം. ഇതിന്റെ മാറ്റം അറിയാൻ കോടതിയിൽ വന്ന് തന്നെ എനിക്ക് പുള്ളി അതായിക്കോട്ടെ, അത് വേണം എനിക്ക്. കാരണം എല്ലാവരും കാണണം, വീണ്ടും പുള്ളി മാറി നല്ല സ്വഭാവത്തെ മുമ്പോട്ട് എന്റെ അപ്പച്ചിയാണ് എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല. എന്റെ അപ്പയ്ക്കും കാണണം, എന്റെ നാട്ടുകാർക്കും കാണണം. ഈ പുള്ളി എന്നെ, എന്റെ കുഞ്ഞുങ്ങളെയും, ഞാൻ ജോലിക്ക് പോവാണ്ട് ഞങ്ങളെ അന്വേഷിക്കുമെന്ന് ഈ 3 മാസം കഴിഞ്ഞ് ഈ TV കൂടെ തന്നെ കാണിക്കണം. നിങ്ങൾ ജോലിക്ക് പോയിരിക്കണ്ട, നിങ്ങൾ ജോലിക്ക് പോയിരിക്കണ്ട. അയാളെ കൊണ്ട് രണ്ടുപേരും കൂടെ സഹകരിച്ചാലേ പറ്റും. നിങ്ങൾ ജോലിക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇൻഡിപെൻഡൻസ് വേണം. കൂടുതൽ നല്ലതുണ്ട്, അവർക്ക് വേണ്ടി കൂടുതൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജോലിക്ക് പോകണം, നിർബന്ധമല്ല. പക്ഷെ അയാളുടെ ഭാഗം കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. അതിനോട് നമ്മൾ അനുവിന്റെ സമ്മതപ്രകാരം കുറച്ച് വ്യവസ്ഥകൾ പറഞ്ഞു. ഇന്ന വ്യവസ്ഥകളുടെ പേരിൽ നമുക്ക് വീണ്ടും ജീവിതം പുനരാരംഭിക്കാം എന്നുള്ളത് ചെറിയ ചിന്തകൾക്ക് ശേഷം ആതിര അത് സംഭവിച്ചിട്ടുണ്ട്. ആതിരയുടെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും അവരുടെ ജീവിതം നോക്കി കാണണം, വീണ്ടും ഇവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഈ വേദിയിൽ വരും എന്ന് ആതിര പറഞ്ഞു. ഈ ജീവിതം സാക്ഷിയുടെ വേദിയിൽ ഇതുപോലെ പ്രശ്നങ്ങളിൽ നിന്നും അകന്ന് ഞങ്ങൾ ഒത്തുതീർപ്പാക്കി വിട്ട പല കുടുംബങ്ങളും ഇവിടെ സന്തോഷപൂർവ്വം വന്ന അനുഭവം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും 3 മാസം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഞങ്ങളെ കാണാൻ വരുന്നവരായിട്ട് വേണം അനുവും ആതിരയും വരേണ്ടതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർപ്പ് വായിക്കുകയാണ്. ആതിരയും അനു വാസുദേവനും തമ്മിലുള്ള തർക്കം ഈ അദാലത്തിൽ രമ്യമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ആ തീരുമാനങ്ങൾ ദിവസം ആവറേജ് 500 ഉറുപ്പ്യ വീതം കുട്ടികളുടെയും ആതിരയുടെയും ചിലവിലേക്കായി അനു കൊടുക്കുവാൻ ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു. 2, തുടർന്നുള്ള ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ല എന്ന് അനു ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു. 3 മാസം ഈ വ്യവസ്ഥകൾ അനുസരിച്ച് ജീവിതം തുടരുകയും അതിനുശേഷം ഒരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള സാധ്യതകൾ ഇവർ തമ്മിൽ ആരായുകയും ചെയ്യുന്നതായിരിക്കും. ഈ വ്യവസ്ഥകളോടുകൂടി ഈ അദാലത്തിൻ്റെ അവാർഡ് പാസ്സാക്കിയിരിക്കുന്നു.
എന്തായാലും തീർപ്പ് വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ആതിരയും അനൂപ് വാസുദേവും ഇനിയെങ്കിലും പഴയതെല്ലാം മറന്ന് സന്തോഷമായിട്ട് ജീവിക്കണം. ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വീണ്ടും കാണാൻ ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.